ഗൈസ്, അങ്ങനെ എഫ് സി ഗോവ തുടർച്ചയായിട്ടുള്ള ഒരു മൂന്നാമത്തെ മത്സരത്തിലും വിജയം സ്വന്തമാക്കാൻ സാധിക്കാതെ പോകുന്നു. ഇന്നൊരു തോൽവി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ, അതും ഗോവൻ മണ്ണിൽ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരു 2-0 എന്ന നിലയിൽ. അതിലും ഫസ്റ്റ് ഫേസിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്ന രണ്ട് ടീമുകളാണ് ബ്ലാസ്റ്റേഴ്സും ഗോവയും. അവർക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കുറച്ച് പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിലും പോയിന്റ് ടേബിളിലും ഒക്കെ മുന്നിലുണ്ടായിരുന്നവരിപ്പം പയ്യെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പം 6ാം സ്ഥാനം വീണ്ടും ഉറപ്പിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. അവരിപ്പം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോഹൻ ബഗാനെതിരെ ഒരു തോൽവി വന്നിട്ടുണ്ട്, പക്ഷേ ആ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചിരുന്നു. ഈസ്റ്റ് ബംഗാളിനെതിരെ വിജയം സ്വന്തമാക്കിയിരുന്നു. അതിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഒരു മത്സരം കാണാത്തൊരു സ്റ്റാറ്റൊക്കെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നും പൊസഷൻ ബേസ് നോക്കുകയാണെങ്കിൽ ഗോവയായിരിക്കും മുൻപിൽ. അതുപോലെ തന്നെ ഷോട്ട്സ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 24 ഷോട്ടോ മറ്റോ ഗോവ ഈ ഒരു മത്സരത്തിൽ ഉതിർത്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് 8 മറ്റോ ഒക്കെയാണുള്ളത്. ബട്ട് ഈ ഒരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തന്നെയാണ് ആ ഒരു വിജയം അർഹിച്ചിരുന്നത് എന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ 3 ഗോളുകളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 3-0 മുന്നിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് റഫറിയുടെ ചില തീരുമാനങ്ങൾ അത് കാരണമായി. അത് ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും, ബട്ട് അത് ഗോളുകളിലേക്ക് എത്താൻ പറ്റുന്ന നിമിഷങ്ങളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിലൊന്നും ഒരു പെനാൽറ്റി ഇൻസിഡൻ്റ് ഉണ്ട്. അത് ഫൗളായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒഡയോൺ ഇന്ത്യ ജിതിൻ എംഎസിനെ ഫൗൾ ചെയ്തത്. അതുപോലെ തന്നെ ഒരു ഓഫ് സൈഡ് എന്ന നിലയിലൊരു ഗോൾ കൊടുക്കാത്ത സാഹചര്യമുണ്ട്, അതും ഡൗട്ടാണ്. അതുപോലെ തന്നെ ഗോൾ കീപ്പറിനെ ഇൻറ്ററപ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലൊരു സംഭവം ജൂറിച്ച് അടിച്ചിട്ടുള്ള ഒരു ഗോൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ അത് എനിക്ക് ഗോൾ കീപ്പറിനെ അങ്ങനെ ഇൻറ്ററപ്റ്റ് ചെയ്തു അദ്ദേഹമായിട്ട് ബോഡി കോൺടാക്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 0-0 എന്ന നിലയിൽ ആണ് ആദ്യ പകുതി അവസാനിച്ചത്. എന്നാൽ രണ്ടാം പകുതിയിലേക്കൊക്കെ വരുന്ന സമയത്ത് മത്സരം എങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ള തരത്തിലേക്ക് തന്നെ മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്നിട്ടുള്ള ഗോൾ ഒരു പെനാൽറ്റിയാണ്. സോ ആ ഒരു ആദ്യ പകുതി കൊടുക്കാത്ത പെനാൽറ്റി രണ്ടാം പകുതി ഇതും കറക്റ്റ് പെനാൽറ്റി തന്നെയായിരുന്നു. അവർക്ക് കൊടുക്കുന്നു, 1-0 എന്ന നിലയിൽ മുന്നിലെത്തുന്നു. അപ്പം ആ ഒരു ഗോളോട് ജൂറിച്ചിന് ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറിയും വന്ന് അദ്ദേഹം പുറത്തു പോകേണ്ട സിറ്റുവേഷൻ വന്നു. രണ്ടാമത്തെ ഗോൾ വരുന്നൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൺ ഗോളാണ്. അത് ഒഡയോൺ ഇന്ത്യയുടെ ഒരു ഓൺ ഗോളാണ്. ഒഡയോൺ ഇന്ത്യയാണ് ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ പോലെ ജിതിൻ എംഎസിനെ ഫൗൾ ചെയ്യുന്നൊരു പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് അത് കൊടുക്കാതെ വന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഗോവയ്ക്ക് അനുകൂലമായിട്ടുള്ളൊരു പെനാൽറ്റി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, അത് റഫറിയുടെ ഡിസിഷനാണ്. പക്ഷേ അത് കൊടുത്തില്ല. ഫസ്റ്റ് ഹാഫ് പിന്നെ നോർത്ത് ഈസ്റ്റിന് കൊടുക്കാത്ത പോലെ തന്നെ ഗോവയ്ക്ക് കൊടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു 2-0 എന്ന് പറയുന്നൊരു വിജയം നോർത്ത് ഈസ്റ്റിന് എവയിൽ പോയി വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഈ മത്സരത്തിൽ നല്ല സേവ്സ് നടത്തി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എനിക്കൊന്നൊരു 3 കിടിലൻ സേവുകൾ ഉണ്ടായിരുന്നു മിർഷാദിൻ്റെ വക. സാധാരണഗതിയിൽ മിർഷാദ് മിസ്റ്റേക്സ് വരുത്തുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ബ്രാൻഡൻ്റെ തന്നെ 2 സേവ് ഉണ്ടായിരുന്നു. അതുപോലെ കാർലോസിൻ്റെ മറ്റൊരു സേവ് ഉണ്ടായിരുന്നു. അത് എല്ലാം മികച്ച സേവുകൾ തന്നെയായിരുന്നു. ആ ഒരു സേവാണ് ആ ഒരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെയും സേവ് ആക്കിയത് എന്നുള്ളതും നമുക്ക് പറയാം. ഏതായാലും ഗോവയുടെ അടുത്ത മത്സരം 3 മത്സരമായിട്ട് പരാജയപ്പെട്ട് വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം 3 മത്സരമായിട്ട് വിജയമറിയാതെ വരുന്ന ഗോവയ്ക്കെതിരെയാണ് എന്നുള്ള പ്രത്യേകതയാണ്. നമുക്കറിയാമല്ലോ, 2 ടീമുകളും ഷീൽഡ് റേസിൽ ഫൈറ്റ് ചെയ്ത് വരുന്നവർ അവരിപ്പം ഒന്ന് താഴേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും കൊച്ചിയിൽ വെച്ചിട്ടാണ് ആ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ. ഏതായാലും എന്താണ് നിങ്ങൾ ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള ഒപ്പീനിയൻ ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാണ് സനി.